വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കിയാലോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റിക്കോട്ട ചീസും സ്പിനച്ചും ഒക്കെ ഫില്ല് ചെയ്ത ഒരു പാസ്ത ഷെല്ലാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ സ്റ്റഫ്ഡ് പാസ്ത ഷെൽ ഉണ്ടാക്കാനുള്ള ഷെല്ലാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതാദ്യം തന്നെ നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പോട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളിങ്ങനത്തെ ഈ ഷെല്ല് ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് എത്ര എണ്ണമാണോ ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ചുള്ള എണ്ണം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 10-15 എണ്ണമാണ് ഇടുന്നത്. ഇനി ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഒരു 15 മിനിറ്റോളം എടുത്തു ഇത് വേവാനായിട്ട്. ഇതിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എത്ര സമയം ഇത് കുക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. നമ്മുടെ പാസ്ത ഷെല്ലെല്ലാം തന്നെ ഞാനിവിടെ തണുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലിങ്ങിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഒരു വലിയ സവോള ചെറുതായിട്ട് മുറിച്ചതാണ്. പിന്നെ വേണ്ടത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പിനച്ചാണ്. ഇത് ബേബി സ്പിനച്ചാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കെടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലായാലും മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഇറ്റാലിയൻ ഡിഷിനൊക്കെ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതുപോലെ ആദ്യം തന്നെ വെളുത്തുള്ളി ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം തന്നെ ആ ഓയിലിലോട്ട് ഇറങ്ങിക്കോളും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വഴറ്റുന്നത്. അത് കുറച്ച് ഒന്നായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, അതായത് സവോള, അത് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുകൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സ്പിനച്ച് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇതൊരു 2 കപ്പോളം സ്പിനച്ചാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. സ്പിനച്ചൊന്നും വേവാനായിട്ട് ഒട്ടും സമയം എടുക്കത്തില്ല കേട്ടോ. അത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറത്തില്ല. ഈ സമയത്ത് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതൊരു 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോൾ തന്നെ റെഡി ആയിക്കോളും കേട്ടോ. ഇതുകൊണ്ട് നമ്മുടെ സ്പിനച്ചെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് റിക്കോട്ട ചീസാണ്. ഇത് ഇതുപോലെ കണ്ടെയ്നറിനകത്ത് നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് കുറച്ച് പാർമജാൻ ചീസ് വേണം. അടുത്തായിട്ട് വേണ്ടത് നമുക്ക് മോസറല്ല ചീസാണ്. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കുറച്ച് ചീസുകളാണ്. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് റിക്കോട്ട ചീസ് നമ്മൾ ഒരു കണ്ടെയ്നറിനകത്തോട്ട് എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു 1/2 കപ്പ് പാർമജാൻ ചീസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് മോസറല്ല ചീസോടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി വേണ്ടത് പാഴ്സ്ലിയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡ്രൈ പാഴ്സ്ലിയാണ്. നമുക്ക് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഞാനിത് ഏകദേശം 1 ടീസ്പൂണോളം പാഴ്സ്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ വേണം. ഇത് ഓപ്ഷനിലാണ്. നമുക്ക് എരിവ് കുറച്ച് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതെല്ലാം ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു മുട്ട കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുകൊണ്ട് ഇതെല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചീസുകളെല്ലാം തന്നെ ഇതിനകത്ത് നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സ്പിനച്ചിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടെ ആഡ് ചെയ്തതിന് ശേഷം ഇതുകൂടെ കൂടി നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ സ്പിനാച്ചോടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷെല്ലിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മാരിനേറ സോസാണ്.
ഇതുപോലെ തന്നെ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ നന്നായിട്ട് വേവിച്ച് അതിനകത്ത് കുറച്ച് പാഴ്സലിയൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മളൊരു ട്രേ എടുക്കുക. അതിനകത്തേക്ക് ബേസിൽ കുറച്ച് പാസ്ത സോസ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലാണ് നമ്മൾ ഷെല്ല് ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇത് നന്നായിട്ട് ഈവനായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഷെല്ലിനകത്ത് നമ്മുടെ ഫില്ലിങ് വെക്കേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ ഇത് ഒരു ഷെല്ലിങ് നമ്മളിങ്ങനെ എടുക്കുക. അതിനകത്തേക്ക് ഒന്നുകിൽ നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതുപോലെ ഫില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഒത്തിരി അങ്ങ് നിറയ്ക്കേണ്ട, കുറച്ച് അത്യാവശ്യം നിറച്ചാൽ മതി. അതിന് ശേഷം ഇതിങ്ങനെ നമ്മൾ ആ സോസിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വേറെ വിധത്തിൽ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മളൊരു സിപ്ലോക്ക് ബാഗ് എടുക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഈ ഫില്ലിങ് വെക്കുക. അതിനുശേഷം നമുക്കതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. ഇത് ചെറുതായിട്ട് ഒരു സിസേഴ്സ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഷെല്ല് ഒരെണ്ണം എടുത്ത് അതിനകത്തേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഫില്ല് ചെയ്യാവുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഷെല്ലെല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ സോസ് ഒഴിച്ചു കൊടുക്കണം. അത് ഒത്തിരി സോസിൻ്റെ ആവശ്യമില്ല, ഒരു കുറച്ച് ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി, അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ആവശ്യമായ സോസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കുറച്ച് മോസറല്ല ചീസ് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ഈവനായിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് പാമജാൻ ചീസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്ന പാമജാൻ ചീസാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തോരം ചീസ് ഇടണം എന്നുള്ള ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചീസ് എല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് കവർ ചെയ്താണ് ബേക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ഒരു ഷീറ്റ് ഉപയോഗിച്ച് നമ്മുടെ ട്രേ കവർ ചെയ്യാം. ഈ സമയത്ത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മുടെ ട്രേ ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മളൊരു 30 മിനിറ്റ്സ് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചീസ് എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ബ്രോയിൽ ചെയ്യണം. അതോടെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മോളൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വരുന്നത്. അതിനുവേണ്ടി നമുക്ക് ഓവനകത്ത് കുറച്ച് സമയം കൂടെ വെക്കാം. അപ്പോൾ സെറ്റിങ് നമ്മൾ മാറ്റണം. ബേക്ക് എന്നുള്ളത് മാറ്റിയിട്ട് ബ്രോയിലിൽ വെക്കണം. അതൊരു 1-2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, കാരണം ഇത് ഹൈ ഹീറ്റാണല്ലോ വരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനകത്ത് നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ സ്റ്റഫ്ഡ് പാസ്ത ഷെല്ലെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കേണ്ട ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ സ്പിനച്ചിന് പകരം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും മീറ്റ് വെക്കണമെങ്കിൽ അതും വെക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് ബീഫ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചിക്കൻ ഇതൊക്കെ തന്നെ നമ്മുടെ ആ മിക്സിനകത്ത് കുക്ക് ചെയ്ത് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ഫില്ല് ചെയ്ത് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഷെല്ലെടുത്തൊന്ന് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ഒരു 2-3 ഷെല്ല് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ സോസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതോടെ ആഡ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ മോസറല്ല ചീസാണ് ഉപയോഗിക്കുന്നത്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു നൈഫ് കൊണ്ട് ഇതൊന്ന് മുറിച്ച് അതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് നോക്കിയാലോ.
ഇത് കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്ത ഷെല്ലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് നമ്മുടെ പാസ്ത ഷെൽ ഉണ്ടാക്കുന്നതെന്ന്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.